ഹൈന്ദവ പുരാണത്തിലെ ശക്തനായ ഒരു അസുര രാജാവാണ് മഹാബലി. കേരളീയർ മഹാബലിയെ മാവേലി എന്നും വിളിക്കുന്നു. കേരളീയരുടെ സംസ്ഥാനോത്സവമായ ഓണം കൊണ്ടാടുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളാണെന്നാണ് വിശ്വാസം. മഹാഭാരതത്തിലും പുരാണങ്ങളിലും പരാമർശിതനായ ദൈത്യരാജാവാണ് മഹാബലി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കേരളത്തിലെ ചേര രാജാക്കന്മാരുടെ കീഴിൽ കൊങ്ങുനാട്ടിലെ അമരാവതി തീരത്ത് കരവൂരിൽ വാണിരുന്നവരത്രേ കൊങ്കിളം കോവരജർ. ഇവരാണ് മഹാബലി വംശജരെന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. ഈ വംശത്തിൽപ്പെട്ടതും തൃക്കാക്കര ആസ്ഥാനമായിരുന്നതുമായ മഹാനായ ഒരു ചേര രാജാവാണ് മഹാബലി എന്ന് ഐതിഹ്യം സൂചിപ്പിക്കുന്നു. മഹാബലി ചേരവംശകനും തൃക്കാക്കര തലസ്ഥാനമാക്കി കേരളം വാണ ചക്രവർത്തിയാണെന്നും ഐതിഹ്യമുണ്ട്. കേരളത്തിൽ തികച്ചും ദ്രാവിഡ രീതിയിലുള്ള ഓണാഘോഷം തന്നെ അതിനായി ചൂണ്ടിക്കാണിക്കുന്നു. മഹാബലി ഒരു ദാനവ രാജാവായിരുന്നു. ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്നാൽ മഹാബലി കേരളം ഭരിച്ചതായി ഒരു പുരാണങ്ങളിലും കാണുന്നില്ല. തന്നെപ്പോലെ ധർമ്മിഷ്ഠനായ വേറെ ആരുമില്ലെന്ന അല്പം അഹങ്കാരമുള്ള ആളായിരുന്നു മഹാബലി എന്ന് പറയപ്പെടുന്നുണ്ട്. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ അഹങ്കാരിയായ മഹാബലി ഭൂമി മുഴുവൻ തരാമല്ലോ, ഞാൻ ഈ ലോകത്തിന്റെ അധിപനാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞുവത്രേ. വാമനൻ 2 അടി അളന്നപ്പോഴേക്കും ലോകം മുഴുവൻ കഴിഞ്ഞുവെന്നും 3ാമതായി അളക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ തന്റെ ശിരസ് അളക്കാനായി മഹാബലി നൽകിയുമെന്നുമാണ് ചരിത്രങ്ങളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയെന്ന പ്രചാരണം ശരിയല്ലെന്നാണ് ഇതേക്കുറിച്ച് പഠിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂമിയുടെ താഴെയുള്ള സ്ഥലങ്ങളാണ് അധലം, വിതലം, സുതലം, തലാതലം, രസാതലം, പാതാളം. ഇതിൽ സുതല ചക്രവർത്തിയായി വാണിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി വാമനൻ ചെയ്തതെന്നും പറയപ്പെടുന്നു. മഹാബലിയെ വികൃത രൂപത്തിൽ കുംഭവയറും കൊമ്പൻ മീശയുമായി ചിത്രീകരിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്കും എതിർപ്പുണ്ട്. സൗമ്യനും ആകാരവടിവുമുള്ള ഒത്ത മനുഷ്യനായിരുന്നു മഹാബലി എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓണം ഒരു കാർഷികോത്സവമാണ്. കർക്കിട മാസത്തിലെ കഠിനമായ മഴയും ദുരിതവും കഴിഞ്ഞ് പ്രതീക്ഷയുടെ പൊന്നും ചിങ്ങം പിറക്കുന്നു. ആ ചിങ്ങമാസത്തിലാണ് മലയാളികൾ ഓണമായി ആഘോഷിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എനി ടൈം ന്യൂസിന്റെ ഓണാശംസകൾ.